മണ്ഡലകാലത്ത് ശബരിമലയിൽ വിവാഹത്തിന് തന്ത്രി കുടുംബവും ദേവസ്വം ബോർഡും തയ്യാറായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്ത്രി കണ്ഠരരു മഹേശ്വരരുവിന്റെ ചെറുമകൻ രാഹുൽ ഈശ്വർ പൂജാതി കർമ്മങ്ങൾക്ക് കടക്കാൻ ശ്രമിക്കുമ്പോഴാണ് തർക്കങ്ങൾക്ക് തുടക്കമായത്. ദേവസ്വം ബോർഡാണ് തർക്കവുമായി രംഗത്ത് വന്നത്. പൂജാതി കർമ്മങ്ങൾക്ക് രാഹുൽ ഈശ്വറിനെ ക്ഷേത്രത്തിൽ കയറ്റാൻ അനുവദിക്കില്ലെന്നും തടയുമെന്നും ദേവസ്വം ബോർഡ് അധികൃതർ മുന്നറിയിപ്പ് നൽകി. എന്നാൽ ശബരിമലയിലെ പൂജാതി കാര്യങ്ങളിൽ ദേവസ്വം ബോർഡ് ഇടപെടേണ്ട കാര്യമില്ലെന്നറിയിച്ച് രാഹുൽ ഈശ്വരും മുത്തച്ഛനും രംഗത്തെത്തിയതാണ് തർക്കം മുറുകിയത്. ഇത് സംബന്ധിച്ച് കോടതി ഉത്തരവ് തന്റെ പക്കലുണ്ടെന്നും രാഹുൽ ഈശ്വർ ലൈവ് വാർത്തയോട് പറഞ്ഞു. ഒറ്റ പോയിന്റേ ഉള്ളൂ, ശബരിമലയിലെ ആചാര കാര്യങ്ങളിൽ തന്ത്രിയാണ് പരമാധികാരി. അങ്ങനെയാണ് സുപ്രീം കോടതി വിധിയല്ല. ദേവസ്വം ബോർഡിന്റെ അവകാശമുള്ളൂ. അപ്പോൾ ആചാര കാര്യങ്ങളിൽ ഫുൾ തന്ത്രിയാണ്. ഇവര് പറയുന്നത് തന്ത്രിക്ക് ആചാരപരമായ കാര്യങ്ങളിൽ അധികാരമില്ല എന്നാണ്. അത് സുപ്രീം കോടതി വിധിയുടെ ഹൈക്കോടതി വിധിയുടെയൊക്കെ ലംഘനമാണ്. അത് ചൂണ്ടിക്കാണെങ്കിൽ നമ്മളിപ്പോ ഹൈക്കോടതിയിലേക്ക് പോവാൻ. അല്ല, മകളുടെ മകനൊന്നുമല്ല, കൂടെ നിൽക്കുന്ന 7-8 പേര് കയറുന്നുണ്ട്. അവരെല്ലാം മക്കളാണ്. അത് മനഃപൂർവ്വം ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി പറയുന്നതാണ്. അല്ല, ഇത് ദേവസ്വം ആരാ ഇവിടെ ഐഡന്റിറ്റി കാർഡ് കൊടുക്കാൻ? അതുകൊള്ളാമല്ലോ. ഈ ശ്രീകോവിലിനോട് ബന്ധപ്പെട്ട കാര്യത്തിൽ നമ്മൾ സ്ഥിരം അവരെ അറിയിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതായത് തന്ത്രിയുടെ അധികാരമാണ്, പക്ഷെ എല്ലാവരും അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. തന്ത്രിക്കാണ് ഇതിലെ ഫൈനൽ റൈറ്റ്. തർക്കം രൂക്ഷമായതോടെ ദേവസ്വം ബോർഡ് ശക്തമായ നിലപാടുകളിലേക്ക് നീങ്ങുകയാണ്. ശബരിമല സന്നിധാനത്ത് വെച്ച് തന്ത്രി കണ്ഠരരു മഹേശ്വരരും രാഹുൽ ഈശ്വരും മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ വികാരാധീതനായി. 500 വർഷമായി തന്റെ കുടുംബത്തിന് അവകാശപ്പെട്ടതാണ് ശബരിമലയിലെ പൂജാതി കർമ്മങ്ങളും അധികാരങ്ങളും. ദേവസ്വം ബോർഡിന് ഇവിടുത്തെ മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുക മാത്രമാണ് അധികാരപ്പെട്ടിട്ടുള്ളതെന്നും രാഹുൽ വ്യക്തമാക്കുന്നു. മതപരമായ അധികാരത്തിന്റെ ഭാഗമായി കേരള ഹൈക്കോടതിയുടെ ദ റിലീജിയസ് എൻഡോമെന്റ് ആക്ടിന്റെ പകർപ്പും രാഹുൽ മാധ്യമപ്രവർത്തകർക്ക് നൽകി. ശബരിമലയിലുണ്ടായ ഈ തർക്കം വരും ദിവസങ്ങളിൽ ഉയർന്ന ചർച്ചയ്ക്ക് വഴിയൊരുക്കും. ന്യൂസ് ബ്യൂറോ, ശബരിമല.